ബംഗാൾ കത്തുകയാണ്. മുർഷിദാബാദ് ജില്ലയിൽ നടന്ന കലാപത്തിൽ 3 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. കേന്ദ്രസേന അവിടെ ഇറങ്ങി ഫ്ലാഗ് മാർച്ച് നടത്തിയിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് വണ്ടികൾ, സ്വകാര്യ വാഹനങ്ങളടക്കം അഗ്നിക്കിരയാക്കി. കലാപം ഇപ്പോൾ അടിച്ചമർത്താൻ സാധിച്ചെങ്കിലും അത് വലിയ തോതിൽ ഇനിയും ആളിപ്പടരാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെയാണ് ഈ കലാപം. അതിന് തിരികൊളുത്തിയതാകട്ടെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും. എന്താണ് സാർ ഇതേക്കുറിച്ച് പറയാനുള്ളത്? ബംഗാൾ മുഖ്യമന്ത്രി എന്തു പറഞ്ഞ് എങ്ങനെ തിരികൊളുത്തിയെന്നാണ് പറയുന്നത്? ബംഗാൾ മുഖ്യമന്ത്രി അവിടെ ഒരു പ്രസംഗം നടത്തി. അതായത് വഖഫ് നിയമ ഭേദഗതി ഇവിടെ നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ എന്തിനാ സംഘർഷത്തിലേക്ക് പോകും? സാർ, നടപ്പാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മുർഷിദാബാദ് ജില്ല ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണെന്ന് അങ്ങേക്കറിയാം. വലിയ തോതിൽ അവിടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കുടിയേറിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ വലിയൊരു വിഭാഗം ക്രിമിനലുകളാണ് എന്ന് നമ്മുടെ ഏജൻസികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങൾ നമുക്കറിയാം. പൗരത്വ നിയമ ഭേദഗതി പാസ്സായപ്പോഴും ഇതുപോലെയാണ് പ്രശ്നം തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴിത് ഈ ഉള്ളി തൊലിച്ച് വരുമ്പോൾ അതിന് കൂടുതൽ പറയണ്ട. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ക്രിമിനൽസാണ്. അതെ, ക്രിമിനൽസിനെ പറഞ്ഞ് അങ്ങോട്ട് വിടണം. അവരുടെ നാട്ടിൽ പിടിക്കുക വേണ്ടത്, വേറെ ഒന്നുമല്ല. വേറെ ഒരു വർത്തമാനം പറയണ്ട. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറഞ്ഞു നടപ്പാക്കില്ല, പോട്ടെ, അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ ഒന്ന് അവിടെ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ പ്രക്ഷോഭം ഞാൻ കണ്ടു. അതിൻ്റെ പ്രക്ഷോഭം, അതിൻ്റെ വയലൻസ് എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെ പോലെ അല്ല പ്രകടനം നടത്തുന്നത്. അതെ, ഇതൊക്കെ ഏതോ ആഫ്രിക്കൻ റിപ്പബ്ലിക്കുകളിൽ നടക്കുമല്ലോ, അതുപോലെയുള്ള ഭ്രാന്തമായിട്ടുള്ള പ്രകടനമാണ്. അതെ, ഞങ്ങൾ എന്തും ചെയ്യും വെല്ലും വിളിച്ചുകൊണ്ട് ഒരു കൊടിയും പിടിച്ചൊരു അതിലൊരു കൊടിക്കൂറയും വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തോടൊപ്പം യുദ്ധം ചെയ്യാം എന്ന് വിചാരിച്ചുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളികളും ബഹളങ്ങളും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പടപ്പുറപ്പാടാണ് നടത്തിയത്. അതെ, അല്ല ഒന്നുമല്ല. അവർക്കൊന്നും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അവർ സഹിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യക്കകത്തോട്ട് അഭയാർത്ഥികളായിട്ട് വന്നത്? ഇവിടെ വന്നിട്ട് മമതാ ബാനർജി അവരെ ഇങ്ങനെ ചുവപ്പ് പരവതാനി വെച്ച് സ്വീകരിച്ചിട്ട് റേഷൻ കാർഡ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ID കാർഡ്, വോട്ടേഴ്സ് ID കാർഡ് തൻ്റെ വോട്ട് ബാക്കിയാക്കി അങ്ങ് നിലനിർത്തി വളർത്തുക, വളവും കൊടുത്ത് നനച്ചു വളർത്തുക. അവരുടെ വോട്ട് ബാങ്കിലൊരു പ്രധാന സ്രോതസ് അതായിരിക്കാം. പക്ഷേ ഈ ഭരണഘടന അവർക്കും ബാധകമല്ലേ? ഈ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയുള്ളതാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. അതെ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ത്യയെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞത് ആരാ? കുടുംബസ്വത്താണോ ബംഗാൾ എന്ന് പറയുന്നത്? ഇത് ബംഗാൾ ഏതാണ്ട് അങ്ങനെയാണ് ആണ്. പാർലമെൻറ്റ് പാസ്സാക്കിയ ഒന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള MP ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾ നടപ്പാക്കത്തില്ലെന്ന് പറയാൻ ഇത് ഒസ്യത്തായിട്ട് കിട്ടിയിട്ടുള്ള ഒന്നല്ല ബംഗാൾ സംസ്ഥാനം. അതെ, ഇപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി വരും, അപ്പം നടപ്പാക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭരണഘടന അവിടെ അവതാളത്തിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻ ക്രൈസിസ്. തമിഴ്നാട്ടിലല്ല ക്രൈസിസിലായിട്ടുള്ളത്, നിങ്ങളുടെ നാട്ടിലാണ്, ബംഗാളിലാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത്, ആ രാജ്യത്ത്, ഡാക്ക എന്ന് പറയുന്ന തലസ്ഥാനത്ത് എത്രയോ അമ്പലങ്ങളും പള്ളികളുമാണ് നശിപ്പിച്ച് നാറാണക്കല്ല് വെച്ചത്. എത്രയോ ഹിന്ദുക്കളെയാണ് കൊന്നത്. അന്നൊരു കുന്തവും പറയാത്ത മമതാ ബാനർജി അവിടെ ഇരിക്കുകയാണ്. അവിടെ രാമനവമി ഘോഷയാത്ര നടത്താൻ പറ്റില്ല. ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് ഒരു രാമനവമി ഘോഷയാത്ര നടത്തണമെങ്കിൽ മമതാ ബാനർജിയുടെ NOC വേണമെന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനം, കോടതിയിൽ പോകേണ്ടി വന്നു. മതേതരത്വ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അതിനെ പറ്റിയ ഇക്കോസിസ്റ്റമുള്ള ബംഗ്ലാദേശിലേക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലെ ഇക്കോസിസ്റ്റം അനുസരിച്ച് ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യ സ്വാതന്ത്ര്യമാണുള്ളത്. ഹിന്ദുക്കൾക്ക് അവരുടേതായിട്ടുള്ള മതഘോഷയാത്രകൾ നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷ, അത് പൗരനും സ്വത്തിനും പൗരനും അതുപോലെ തന്നെ സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി തന്നെയാണ്. ഭരണകൂടത്തിൻ്റെ കടമയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു ഹൈസ്കൂളിൽ 40,000-ഓളം അധ്യാപകരെ നിയമിച്ചു. അത് നിയമവിരുദ്ധമായിട്ട് കൈക്കൂലി വാങ്ങിച്ചായിരുന്നു എന്ന് കോടതി കണ്ടെത്തി. അത് തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ ഈ കൈക്കൂലി വാങ്ങിച്ച് ജോലി കൊടുത്ത ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നാണ്. നിങ്ങൾക്ക് എന്താണ് അതിന് അധികാരം? പ്രതികളായിട്ട് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് കുറ്റമാണ്. കുറ്റവാളികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക, ആ ദേശവിരുദ്ധരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക, പൗരത്വമില്ലാത്ത ആൾക്കാരെ സംരക്ഷിക്കുക, അതിൻ്റെയൊക്കെ രക്ഷകയായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഭരണഘടനക്കാരെ സംരക്ഷിക്കുക. അതെ, ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള വാക്കുകളും പ്രവർത്തികളുമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കാൻ വേണ്ടി
ചെയ്യുന്ന കഠോര പ്രവൃത്തികളാണിത്. ഇത് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മുർഷിദാബാദിൽ ഇതേ വെച്ച് വളർത്തുന്നത് നിങ്ങൾ തന്നെയാണ്. അവരുടെ വോട്ടിന് വേണ്ടി അവർക്കെതിരെ ഒന്നും പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കില്ല. നരേന്ദ്രമോദിക്കെതിരെയും ഇവിടെ രാമനവമി ഘോഷയാത്ര പറയുന്നവർക്കെതിരെയും പറയാൻ തൻ്റെ ഇടം നിങ്ങൾക്കുണ്ട്. കാരണം അവർ നിരുപദ്രവകാരികളാണ്, അസംഘടിതരാണ്, നിസ്സഹായരാണ്, നിരപരാധികളുമാണ്. അല്ലാത്ത ക്രിമിനലുകൾക്ക് മുമ്പിൽ നിങ്ങളുടെ അറിയാം, നിങ്ങളുടെ ശൈലി അത്. ക്രിമിനലുകൾക്ക് മുമ്പിൽ, കുറ്റവാളികൾക്ക് മുമ്പിൽ നിങ്ങൾ വലിയ ഹീറോയിൻ ചമഞ്ഞുകൊണ്ട് വോട്ട് നേടിയെടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾ നടത്തുന്നത്. ഇത് തീക്കളിയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, നേരെ ചൊവ്വേ തൻ്റെ ഇടമായിട്ട് ഈ ക്രിമിനലുകളുടെ പിന്തുണയില്ലാതെ, അനധികൃതമായിട്ട് പൗരത്വം നേടിയിരിക്കുന്നവരുടെ പിന്തുണയില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ മമതാ ബാനർജി? ഇതല്ലേ നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിങ്ങളുടെ ഈ വർത്തമാനവും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ സീറ്റെങ്കിലും പിടിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, PV അൻവർ. ഒരു സീറ്റ് പിടിച്ച് കാണിക്കും, ഒരു നിയമസഭാ സീറ്റ്, അല്ലെങ്കിൽ പോട്ടെ ഒരു പഞ്ചായത്ത് സീറ്റ് പിടിക്കുമോ നിങ്ങൾ? പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സീറ്റാണ് ഉദ്ദേശിച്ചത്. പ്രാദേശികമായിട്ട് കുറേ പേർക്ക് പണം കൊടുത്തുകൊണ്ട് സീറ്റ് വാങ്ങിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നേരെ ചൊവ്വേ തെരഞ്ഞെടുപ്പിനെ ധൈര്യമായിട്ട് നേരിടാൻ തൻ്റെ ഇടം ഉണ്ടോ നിങ്ങൾക്ക്? അവിടെ കുറേ പേര് ഇങ്ങനെ നിരപരാധികളോ ക്രിമിനൽസ് എല്ലാവരും ബീഹാറിലും ഉണ്ടായിരുന്നു ക്രിമിനൽസ്. ആ ക്രിമിനൽസിനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ജനാധിപത്യമായ രീതി ഭരണം നടത്തിയത്. ഉത്തർപ്രദേശിലും ഉണ്ടായിരുന്നു. അവരുടെ സഹായത്തോടു കൂടിയാണ് മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും ഒക്കെ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതെ, അവരുടെ സഹായത്തോടു കൂടി വരാൻ ആർക്കും കഴിയും. കാരണം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരെ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഏകാധിപതികളാണ് ഈ ഗുണ്ടകൾ അവിടെ. അങ്ങനെയായിരുന്നു ബീഹാറിലും. അത് മാറ്റി ഇപ്പോൾ ജനാധിപത്യമാണ് അവിടെ വാഴുന്നത്. ബംഗാളിൽ വാഴുന്നത് ഈ ഗൂഢാധിപത്യമാണ്, കുറ്റവാളികളുടെ ആധിപത്യമാണ്. അതിൻ്റെ തലപ്പത്ത് ഉള്ള അവരെ സംരക്ഷിക്കുന്ന ഒരു കുടയാണ് നിങ്ങൾ. അവരെ സംരക്ഷിക്കുന്നവരും കുറ്റവാളി തന്നെയാണ്. ആ നീതിയാണ് നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. കാട്ടുനീതി, ജംഗിൾ രാജാണ് നിങ്ങളുടെ സംസ്ഥാനത്ത് നടക്കുന്നതിൻ്റെ പേരാണ്. ബംഗാൾ രാജ് അല്ല, ജംഗിൾ രാജാണ്. തഹാവൂർ റാണയെ അമേരിക്കയുടെ തടവറയിൽ നിന്ന് പിടിച്ചിവിടെ കൊണ്ടുവരാൻ കഴിവുള്ള ഭരണകൂടം ഇവിടെ ഉണ്ട്. ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും ധീരമായിട്ട് തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ള ആഭ്യന്തരമന്ത്രി ഇവിടെ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വില കൊടുക്കേണ്ടി വരും. ആ വില താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യയുടെ ഇച്ഛാശക്തി വിൽ പ്രിവെയിൽ. ദി വിൽ പവർ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വിൽ പ്രിവെയിൽ ഓവർ യുവർ ക്രിമിനൽ മെൻറ്റാലിറ്റി. ഓക്കെ സാർ, ഇപ്പോൾ പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇപ്പോൾ നമുക്ക് അറിയാം രാമനവമിയുടെ ആഘോഷത്തിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. അത് നിരോധിച്ച ഒരു സർക്കാരാണ് മമതാ സർക്കാർ. അവസാനം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങേണ്ടി വന്നു ജനങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക് രാമനവമി ആഘോഷിക്കാൻ. രണ്ട്, ഈ സുപ്രീം കോടതി പറഞ്ഞു ഈ അനധ്യാപക നിയമനം അഴിമതി നടന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അത് റദ്ദ് ചെയ്ത ഹൈക്കോടതി നടപടിയിൽ ഇടപെടാനാകില്ല എന്ന് പറഞ്ഞ് മമതാ സർക്കാരിൻ്റെ ഹർജി തള്ളുകയായിരുന്നു സുപ്രീം കോടതി. അപ്പോൾ ആ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മമത രംഗത്ത് വരുന്നത്. ഈ അധ്യാപകരോട് പറയണം, നിങ്ങൾ വഴിയാധാരമാകില്ല, ഞാൻ സംരക്ഷിച്ചോളൂ. എന്താണ് സാർ മമതയുടെ ഈ ധൈര്യത്തിന് കാരണം എന്താണ്? ആരാണ് അവരെ ഇത്രയും ചങ്കൂറ്റത്തോടെ നിൽക്കാൻ? സുപ്രീം കോടതി ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഗവർണർമാർക്കെതിരെ ഇപ്പോൾ അന്ത്യശാസനം നൽകിയല്ലോ. മമതയ്ക്കെതിരെ മിണ്ടില്ല. അത് സുപ്രീം കോടതി ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യം സുപ്രീം കോടതിക്ക് കാണിച്ചല്ലോ. ഗവർണർമാരുടെ കാര്യത്തിൽ അവർ കാണിച്ചല്ലോ. എന്തേ അതേ ധൈര്യത്തിൽ തന്നെ മമതയ്ക്കെതിരെ നടപടി എടുക്കാത്തത്? സുപ്രീം കോടതിയെ ധിക്കരിച്ച ആളിനെ ശിക്ഷിക്കേണ്ടത് സുപ്രീം കോടതിയാണ്, മറ്റാരുമല്ല. അവർക്കാണ് സുപ്രീം കോടതി ലക്ഷ്യത്തിന് നടപടി എടുക്കേണ്ടത്. സുപ്രീം കോടതിയുടെ ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് മമത പോകുന്നത്. എന്തായാലും ഇത് ഒരുപാട് നാള് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുർഷിദാബാദ് മാത്രമല്ലല്ലോ ബംഗാൾ, വലിയ തോതിൽ ജനവികാരം അവർക്ക് എതിരാണ്. ഇപ്പോൾ അത് തന്നെ BJP അവിടെ 66 സീറ്റിൽ ജയിച്ചു വന്നു എന്ന് പറയുന്നതും പ്രധാന പ്രതിപക്ഷമായിട്ടിരിക്കുന്നതും വെറുതെ അല്ല, ജനങ്ങളുടെ വോട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രതിഷേധം, ഈ ജനങ്ങളുടെ പ്രതിഷേധം ആളിക്കത്താൻ തുടങ്ങും. അതിൽ മമത വെണ്ണീറായി പോയേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് പറ്റിയത് പറ്റും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.